ചില ആളുകൾ അങ്ങനെ വിചാരിച്ച ISMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ്. ശരിയാവൂല, അത് ശരിയല്ല. ഇപ്പൊ അങ്ങനെ ചില ആളുകൾ ക്യാമറമാൻ ക്യാമറമാൻ അല്ലെ, KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്യുന്ന ആള് KNM ക്യാമറമാൻ, KNMന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച KNM പണ്ടാരി, പിന്നെ KNM പണ്ടാരി. എന്ത് കഷ്ടത്! ഒരു ലേഖനം എന്താ, ഈ ലേഖനത്തിൽ എന്താ, ഇതിന്റെ 100ാമത്തെ പേജിൽ നമ്മുടെ പ്രവർത്തക സമിതി അംഗം നമ്മുടെ ഒരു ബുക്ക് 100ാമത്തെ പേജിൽ പറഞ്ഞു കേട്ടോളൂ. അപ്പോ ഈ പുസ്തകം വായിക്കണം. അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി. ഈ പുസ്തകം എഴുതിയത് KKP അബ്ദുള്ള, സഹായിച്ചത് സിദ്ദീഖ് തലശ്ശേരി, KNM ക്യാമറാമാൻ. ഇതിന്റെ അവതാരിക തന്നെ എഴുതിയിട്ടുണ്ട്, മുഖവരിയെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നെ സഹായിച്ചത് ആരാണ്? ഇതാ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുടെ അവതാരികയോട് കൂടി രണ്ടാമത് ഇതിറക്കിയതാരാ? ഈ പറഞ്ഞ കക്ഷികൾ തന്നെ. അപ്പൊ എന്നെ സഹായിച്ചത് ഇവരാണ്. ഒന്ന് KNM ക്യാമറാമാൻ സിദ്ദീഖ് തലശ്ശേരി, മറ്റൊന്ന് ഹാരിസ് ചേറൂർ. അപ്പൊ KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്ത KNM ക്യാമറാമാൻ, KNMർക്ക് ചോറ് വെച്ച KNM പണ്ടാരി എന്ന് പറഞ്ഞ ആ KNM പണ്ടാരി അപ്പൊ ഇവിടുത്തെ ISMന്റെ ആള്. കോക്കസ് യുവ വിഭാഗം തട്ടിക്കൂട്ടാൻ വിളിച്ചപ്പോ ഈ KNM ക്യാമറാമാൻ സിദ്ദീഖും രണ്ടാളെ കിട്ടിയത്. പിന്നെ വേറൊന്ന് രണ്ടാളി, ഒരു പച്ചവട ഉയർന്നി. നിവൃത്തിയില്ലല്ലോ. ഈ KKPയെ പറ്റിയും സിദ്ദീഖിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ഈ ഹാരിസ് ചേറൂരോ കാസർഗോഡ് ജില്ലാ കോക്കസിന്റെ യുവ വിഭാഗം പിന്നെ ജില്ലാ സെക്രട്ടറിയാ, മെമ്പർഷിപ്പും കൂടി ഇല്ല. ഈ രൂപത്തിലെ ഗതികേട് വരുത്തിയില് 100ഓളം യുവാക്കൾ ഇവിടെ ഉണ്ടായിട്ട് 6 ആളെ വരെ കിട്ടിയത്. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഇതൊന്നും ഈ രൂപത്തിൽ ഈ മഞ്ഞ ബുക്കിലുള്ളത് എന്തൊക്കെയാണെന്ന് അറിയങ്ങള് ഒരു ഭാഗം മാത്രം വേണമെങ്കിൽ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അന്ധവിശ്വാസത്തിലേക്കുള്ള പിൻവിളി എന്ന പേരിൽ പുസ്തകമിറക്കിയില്ലേ KKP, അതിലുള്ള ഒരു വാചകം മാത്രം കേട്ടോളൂ. ഈ ഗുരുതരമായ വ്യതിയാനത്തിന് വാദം പുരോഗമിച്ചപ്പോൾ വിജനമായ സ്ഥലത്ത് കുടുങ്ങിപ്പോയാൾക്ക് സഹായത്തിനായി അയാൾ കാണാത്ത ജിന്നിനെയും മലക്കിനെയും വിളിച്ച് സഹായം തേടാമെന്ന് ഒരു വിദ്വാൻ തട്ടിവിട്ടു. അത് പ്രാർത്ഥനയല്ലെന്നും സഹായം തേടൽ മാത്രമാണെന്നും അതിന് വിരോധമില്ലെന്നും. എന്നിട്ട് 3 ആശ്ചര്യം 4 ആശ്ചര്യമില്ല. അംബിയ ഔലിയ തുടങ്ങിയ മഹാന്മാരുടെ കാര്യത്തിൽ സുന്നിമാസ് മുസ്ലിയാക്കൾ പറയുന്ന അതേ വാദം. ഇനി കേട്ടോളൂ. ഈ ഗുരുതരമായ വ്യതിയാനത്തിന് പുറമെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഷയങ്ങൾ അട്ടിമറിക്കാൻ വേറെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കണ്ണേറ്, കറുത്ത നായ, കറുത്ത പൂച്ച, പല്ലിവധം, സിഹിറിന്റെ യാഥാർത്ഥ്യം, അത് പ്രവാചകരെപ്പോഴും ഏൽക്കുന്ന സന്തോഷം, പ്രവാചകന്റെ ഇപ്പോൾ ലഭ്യമല്ലാത്ത തിരുശേഷിപ്പോട് ബർക്കത്തെടുക്കൽ, അങ്ങനെ പോകുന്നു പുതിയ അടിസ്ഥാന വിഷയങ്ങൾ. ഇതൊക്കെ ഇപ്പൊ നിഷേധിച്ചു. ഈ സിദ്ദീഖ് തലശ്ശേരി സഹായിച്ചെഴുതിയ ബുക്കാത് ബനാപ്പപ്പെടുത്ത ISMന്റെ ആള്. സിഹിറിനെ നിഷേധിച്ചു, കണ്ണേറിനെ നിഷേധിച്ചു, റസൂലുള്ളാഹിക്ക് സീർബാത്ത് നിഷേധിച്ചു, തബറുക്കിനെ നിഷേധിച്ചു. പുസ്തകത്തിന്റെ പേരെന്താ? അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി. മഞ്ഞ പുസ്തകം. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമെന്ന് നിലമ്പൂരിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ പ്രഖ്യാപിച്ചു. ഞാൻ അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ. 1-2 വിഷയം കൂടി പറയട്ടെ. നമ്മളിപ്പോ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മടവൂരികൾ പണ്ടേ പറഞ്ഞത്. ഈ വിഭാഗവും ഇപ്പൊ അതാ പറയുന്നത്. ഇപ്പൊ അടുത്ത് ഞാൻ വാഴക്കാട് പോയപ്പോ യൂസുഫ് മുസ്ലിയാർ തന്നെ മുസ്ലിയാരുണ്ട്. ഇവിടെ ഈ പയ്യന്നൂർ ഭാഗത്താണ് ഖുത്ബ. അയാൾ പറയാണ്, എരഞ്ഞിന്റെ ഇല മന്ത്രിച്ചിട്ട് യാസീൻ ഓതിയിട്ട് ഓരോ മുബീനിങ്ങളും അടുപ്പിലിട്ടിട്ട് ജിന്നത പോ എന്ന് പറഞ്ഞ ആ തങ്ങന്മാരെ മന്ത്രവാദത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോണത്. അതിന് KNMന്റെ ഒപ്പ് വാങ്ങാനാ നോക്കുന്നത്. യഥാർത്ഥത്തിൽ മന്ത്രം വേറെ, മന്ത്രവാദം വേറെ. മന്ത്രത്തെ ഒരു കാലത്ത് വിശായിപ്പസ് എതിർത്തിട്ടില്ല. 1960കളിൽ ഇറക്കിയ ഖുർആൻ പരിഭാഷ, സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം, വമിൻ ശർരി നഫാതാതി ഫിൽ ഉഖദ്, നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ജീവിതം എന്ന അമാനികളുടെ പുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മന്ത്ര ബിസിനസിനെ, മന്ത്രവാദത്തെ നമ്മൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ റുഖിയ ശർഇയ്യ, ശർഇൽ അംഗീകരിക്കപ്പെട്ട മന്ത്രം, അതിനെ എതിർത്തിട്ടില്ല. വാസ്തവമാണ് സുഹൃത്തുക്കളെ അത്. എന്നിട്ട് എനിക്കുള്ള കുറ്റം എന്താണെന്നറിയോ? ഞാൻ ജിന്നു ചികിത്സക്ക് ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. വലിയ പുകില്. കഴിഞ്ഞ കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പിൽ കുയ്യാലിൽ അലിയും കൂട്ടരും വോട്ടുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാ. എന്നിട്ട് ജിന്നർക്ക് ഇസാഖിനെ സെക്രട്ടറി ആക്കി. നോക്കണമല്ലേ ഗതികേട്.
ഏയ് ഞാൻ ചിന്നിറക്കുന്നു എന്നിട്ട് വോട്ട് പിടിച്ചിട്ടാക്കിയതോ പച്ചക്ക് ചിന്നിറക്കിയ ആള് അന്യമെണ്ണിന് മക്കത്തുനിന്ന് പോട്ടെ, അതിരിക്കട്ടെ. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞയച്ചത് ഏതോ മന്ത്രവാദിന്റെ അടുത്തേക്കോ നമ്പൂരിന്റെ അടുത്തേക്കോ പണിക്കരുടെ അടുത്തേക്കോ തങ്ങളുടെ അടുത്തേക്കോ എന്നല്ല, KNM അനുകൂലിക്കുന്ന തൗഹീദുള്ള ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന ഒരാളത്തേക്കാണ് ഞാൻ പറഞ്ഞയച്ചത്. എന്നിട്ട് ഇയാൾ പ്രസംഗിച്ചത് എന്താ? സക്കരിയ സലായിക്ക് ആയത്തുൽ കുർസി അറിയില്ലേ? സക്കരിയ സലായിക്ക് കൊള്ളുള്ള അറിയില്ലേ? മൂപ്പർക്ക് ഓതിക്കൊടുത്താ പോരെ? ആരാ പറയുന്നത്? അനസ് മുസ്ലിയാര്. എന്നാ അതേ മുസ്ലിയാര് ഇഫ്ലുർ റഹ്മാനേക്കാൾ എത്രയോ മുമ്പ് ഇവിടെ റുഖിയ ശറയ്യ പരിചയപ്പെടുത്തി ഒരുപാട് ആളുകൾക്ക് റുഖിയ ചെയ്ത ഡോക്ടർ സുബൈറിനെ തന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മന്ത്രിപ്പിച്ചു. എന്നിട്ട് കാർ കയ്യാളായി നിന്ന് സഹായിച്ചു. തിരിച്ച് കാറിൽ കൊണ്ടുപോയാക്കി. ആ കാര്യം ഡോക്ടർ സുബൈർ തന്നെ പറയുന്നത് കേട്ടോളൂ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്ത് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനുസ്മരിച്ച് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികളയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ വൈശാഖിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ്മരി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓടിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ്മരിയുടെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓടിയ വയലന്റായ രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്.